ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മോർണിംഗ് വ്ളോഗാണ് ഗൈസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ രാവിലെ തന്നെ നല്ല മിസ്റ്റ് ഉണ്ട് കേട്ടോ. അട്ടപ്പാടിയിൽ തണുപ്പും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും തണുപ്പാണ്, എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്. ഇപ്പോൾ രാവിലെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അരി കഴുകിയ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അരി കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം, നല്ലതാണ് കേട്ടോ. റോസ് ചെടികൾക്ക് നല്ലോണം പൂവ് എടുക്കും. പിന്നെ ഒരു കാന്താരി മുളക് ചെടിയും വന്നിട്ടുണ്ട് കേട്ടോ, വയലറ്റ് കാന്താരി ചെടിയാണ്. അപ്പോൾ ടെറസിലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ചെടികൾക്കൊക്കെ. കറ്റാള വാഴയ്ക്കൊക്കെ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കും ഞാൻ. അപ്പോൾ നല്ലോണം കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിൻ തൈയുണ്ട്, കുറച്ച് മുളക് ചെടികളുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് ഗൈസ്. ഇനി നമുക്ക് പോയിട്ട് സാമ്പാർ വെക്കണം ഇഡ്ഡലിക്ക്. അപ്പോൾ അതെങ്ങനെ വെക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സാമ്പാർ കഷ്ണങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും കുറച്ച് കുറച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറുപയർ തൊലിയെടുത്ത് ചെറുപയറാണ് ഇട്ട് വെക്കണം നമ്മൾ സാമ്പാർ. അപ്പോൾ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്കത് കഴുകിയിട്ട് കുക്കറിലൊന്ന് ഒരു 2 വിസിൽ ഇട്ടെടുത്താൽ മതി, പരിപ്പ് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ പച്ചക്കറി അതിലിട്ടിട്ടില്ല, നമുക്ക് പച്ചക്കറി തനിച്ച് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഗൈസ്. എല്ലാതരം പച്ചക്കറികളും എടുത്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് മേരയ്ക്കയാണ് കേട്ടോ, അത് നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അത് ഒരെണ്ണം ഉണ്ടായിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ചെറിയ മേരയ്ക്കയാണ്. പിന്നെ നമുക്ക് ഈ പരിപ്പൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കാം. 2 വിസിൽ വിട്ടാൽ മതിയാവും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണിത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ആദ്യം ഞാൻ പടവലങ്ങ പകുതി എടുത്തിട്ടുണ്ട്, അതും കൂടെ മുറിച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് പയറും കുറച്ച് മത്തനും മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കായയും, ഒരു കായാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, നേന്ത്രൻ കായ. പിന്നെ ചേന ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, ഒരു വഴുതന ഒരെണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 വെണ്ടയ്ക്ക, പിന്നെ ഒരു മേരയ്ക്ക. ഇത് മേരയ്ക്കയാണ് കേട്ടോ, ഇത് നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചിട്ട് വന്നതാണ്. പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കുറച്ച് അമര ഉണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. ഒരേ ഒരു ക്യാരറ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് സാമ്പാർ എങ്ങനെ വെക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇത് പുളി ഒഴിച്ചാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം പുളിയായാലും നമുക്ക് ഇഡ്ഡലിക്കൊക്കെ പറ്റില്ല. പിന്നെ 2 നേരത്തിനുള്ള സാമ്പാർ ഞാൻ വെച്ചിരിക്കുന്നത്. രാവിലെ ഇഡ്ഡലിക്കും പിന്നെ റൈസിനും എടുക്കാമല്ലോ ഉച്ചയ്ക്ക്. അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് വെക്കുന്നത്. എല്ലാത്തിലും കുറച്ച് പച്ചക്കറികളിട്ട് നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. പിന്നെ 2 തക്കാളിയും പിന്നെ ഒരു സബോള വലുതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ താളിപ്പിനായിട്ട് അടുപ്പത്ത് മൺപാത്രം വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറു തീയിലാണ് ഈ ചട്ടി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ പൊടികളൊക്കെ വറുക്കുമ്പോൾ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എണ്ണ ചൂടായതും കടുക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് തീ നല്ലോണം സ്ലോ ആക്കിയിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് കേട്ടോ. ഇത് ശക്തി മസാല സാമ്പാർ പൊടിയാണ് കേട്ടോ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചു. ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കരിഞ്ഞു പോകാതെ ആ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുത്ത ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന പച്ചക്കറികൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വേവിച്ച് വെച്ചിരുന്ന ചെറുപയർ പരിപ്പും പച്ചക്കറികളും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ചെറുപയറിട്ട സാമ്പാർ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് കമൻറ്റിൽ അറിയിക്കണേ. പിന്നെ നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പാകത്തിന്. അങ്ങനെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. വെള്ളം നമ്മൾ അധികം വെള്ളമായാലും കൊള്ളത്തില്ല. അപ്പോൾ പാകത്തിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സാമ്പാറിന്. ഇത് 2 നേരത്തിനുള്ള സാമ്പാർ ഞാൻ വെച്ചിരിക്കുന്നത്. രാവിലെ ഇഡ്ഡലിക്കും പിന്നെ ഉച്ചയ്ക്ക് റൈസിനും എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ താളിക്കുമ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇടാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം.
പൊടികളൊക്കെ വറുത്തെടുത്തപ്പോൾ പെട്ടെന്ന് അടി പിടിച്ചാൽ എന്ത് ചെയ്യുന്നു വിചാരിച്ച് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഗൈസ്. നമ്മൾ ചെറു തീയിൽ വേണം പൊടികളൊക്കെ മിക്സാക്കി എടുക്കാൻ, അല്ലെങ്കിൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ടാണ്. പിന്നെ നമുക്കതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു തിള വന്നതും മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. തിളച്ച വന്നത് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ സാമ്പാർ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാവെടുത്ത് പാകത്തിനുള്ള മാവ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ 2 തട്ട് വെച്ചാൽ മതിയാവും ഇഡ്ഡലി. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് മാറ്റി വയ്ക്കാം ഫ്രിഡ്ജിലേക്ക് തന്നെ, അല്ലെങ്കിൽ പുളിച്ചു പോകും ഗൈസ്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ മാവ് വെച്ച് കൊടുത്തിട്ട് 2 ട്രിപ്പായിട്ട് ഞാൻ എടുക്കുകയാണ്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി സാമ്പാർ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്